ഹായ് സുഹൃത്തുക്കളെ, ഞാൻ കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് ഞാനൊരു സ്ഥാനാർത്ഥിയുടെ ഒരു കവലപ്രസംഗം ഞാനിപ്പോൾ കേൾപ്പിക്കാൻ നിങ്ങളെ. വേറെ എങ്ങനത്തെ വല്ല ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. ഒരു സിനിമാ നടിയും ആതിര നായർ എന്ന് പറഞ്ഞൊരു 2020 ഒരു സ്ഥാനാർത്ഥിയുടെ വിവരക്കേട് ഞാൻ നിങ്ങളെ തുറന്നു കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികൾക്ക് എന്തും വിളിച്ചു പറഞ്ഞിട്ട് വോട്ട് നേടുക ആണോ സ്ഥാനാർത്ഥികളുടെ കർത്തവ്യം എന്നുള്ളത് സ്ഥാനാർത്ഥികൾക്കും അറിയത്തില്ല എങ്കിൽ പൊതുജനമായ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും. അത് കേട്ട് നമുക്ക് ചുമ്മാതിരിക്കാൻ പറ്റുമോ എന്ന് എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്കും അത് വിശകലനം ചെയ്യാം. ഞാൻ ഈ കേന്ദ്ര സർക്കാരിനോടോ ഈ സ്ഥാനാർത്ഥികളോട് ആരോടും വിദ്വേഷമോ വെറുപ്പോ ഉള്ള വ്യക്തിയല്ല. പക്ഷെ അർത്ഥസത്യങ്ങൾ പ്രചരിപ്പിച്ച് അത് വലിയ സത്യങ്ങളാണെന്ന്, അല്ലെങ്കിൽ അത് ഈ സ്ഥാനാർത്ഥി പറയുന്നത് മാത്രമാണ് സത്യമെന്ന് പ്രചരിപ്പിക്കുന്നതിനെയാണ് നമ്മളും ഈ രീതിയിൽ വീഡിയോ ഇട്ട് പ്രചരിപ്പിക്കുന്നത്. അവിടെ പ്രതികരിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കും അവകാശമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യം ഒന്ന് കാണുക. നമ്മുടെ ഹൈവേ റോഡുകൾ, മെട്രോ, മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ, തുറന്നു പറയുകയാണെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ അതിന്റെ ക്രെഡിറ്റ് വെറുതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരാണ് ഇവിടുത്തെ വിദ്യാഭ്യാസം, റെയിൽവേ, പൊതുമരാമത്ത് വകുപ്പുകൾ, അതായത് റോഡ് ഗതാഗതം എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം അവകാശത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് കേരളത്തിലെ സർക്കാരുകൾ അത് ആരുമായിക്കോട്ടെ അതിൻ്റെ ക്രെഡിറ്റ് വന്ന് ചുമ്മാതെ അടിച്ചു മാറ്റിക്കൊണ്ട് അവരുടെ കീശയിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ആ സ്ത്രീ ആരുമായിക്കോട്ടെ, ഞാൻ അവരെ ബഹുമാനിക്കുന്ന സ്ത്രീ എന്ന നിലയിൽ വിവരം എന്നുള്ളത് ഒരു ശകലം പോലും ഇല്ല എന്നുള്ളതും നമ്മൾ അതിനോടൊപ്പം തന്നെ അംഗീകരിക്കേണ്ട കാര്യമാണ്. വിവരം വിദ്യാഭ്യാസത്തിൽ കൂടിയല്ല നമുക്ക് നേടുന്നത്, അറിവ് മാത്രമേ നമുക്ക് വിദ്യാഭ്യാസത്തിൽ കൂടി നേടാൻ പറ്റുള്ളൂ. വിവരമെന്ന് പറയുന്നത് സാമൂഹികമായിട്ട് പല ആൾക്കാരിൽ നിന്നും നമ്മൾ വിവരം ശേഖരിച്ച് അത് വിശകലനം ചെയ്യുന്നതിനെയാണ് ഈ വിവരം എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നുകൊണ്ട് അറിയാതെ വരുന്ന ഒരു സാധനത്തെ ഇതെല്ലാം അറിയാമെന്ന് ധാരണ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് വിവരക്കേടെന്ന് പറയുന്നത്. ഈ വിവരക്കേടൊക്കെ നിന്ന് വിളിച്ചു പറയുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാം എന്നുള്ള ബോധ്യം ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ നിശിതമായിട്ട് വിമർശിക്കും എന്നുള്ള കാര്യം കൂടി സ്ഥാനാർത്ഥികൾ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ സ്ഥാനാർത്ഥികളെ ആരെയും വെറുപ്പിക്കാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അതിനെ അവരുടെ സ്വന്തം ക്രെഡിറ്റായിട്ട് ഉൾക്കൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ രാജ്യത്ത് എന്ന നിലയിൽ വിശദീകരിക്കുന്ന ആ പ്രസ്ഥാനത്തിനെതിരെയാണ് നമ്മളിപ്പം പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഞാൻ കൊച്ചി മെട്രോയെക്കുറിച്ച് തന്നെ പറയാം. ഇവിടെ കേരളത്തിൽ മെട്രോ കൊച്ചിയേ ഉള്ളൂ. ആ കൊച്ചി മെട്രോയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമെന്ന് പറയുന്നത് 1002 കോടി രൂപയാണ്. അതായത് 19% മാത്രം വിഹിതമുള്ള ഒരു കേന്ദ്ര പദ്ധതി കേന്ദ്രത്തിൻ്റേത് മാത്രമാണെന്ന് ഈ സഹോദരി നിന്ന് വിളിച്ചു പറയുമ്പോൾ അതല്ല എന്ന് നമുക്ക് തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം. ഈ കേന്ദ്ര സർക്കാരാണ് ഇവിടുത്തെ റെയിൽവേയും എല്ലാം തരുന്നത്. അത് ഈ സഹോദരി ഒന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ സംസ്ഥാനങ്ങളിൽ മൊത്തം കേന്ദ്രത്തിൻ്റെയാണ് ഈ റെയിൽവേകൾ. അപ്പം ഈ കേരളത്തിനായിട്ട് മാത്രം ഒരു റെയിൽവേ പദ്ധതി ഉണ്ടാക്കി തന്നതല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം 2, ഈ കേരളത്തിൻ്റെ വിഹിതം ഈ സഹോദരിക്കറിയാമോ കൊച്ചി മെട്രോയുടെ എത്രയാണെന്ന്? അത് ശതമാനക്കണക്കിൽ പറയുകയാണെങ്കിൽ 39% കേരള സർക്കാരിൻ്റെ തുകയിലാണ് ഈ കൊച്ചി മെട്രോ നടക്കുന്നത്.
അതായത് 39%. അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ എത്രയാണ്? 19%. 102 കോടി രൂപയാണ് കേന്ദ്രം ഇങ്ങോട്ട് തന്നിരിക്കുന്നത്. അപ്പം ഈ 209 കോടിയാണ് കേരള സർക്കാർ കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്. അതിൻ്റെ ബാക്കിയായിട്ട് 42% ബാക്കി. ഈ 42% ഒരു ജപ്പാൻ കമ്പനിയിൽ നിന്ന് ജപ്പാൻ കമ്പനിയാണ് മുടക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് അവരുടേതായ കാര്യങ്ങൾ വേറെ ഉണ്ട്. അത് ഏത് രീതിയിൽ വന്നു എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ അക്കൗണ്ടിലല്ല അത് വരുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ഈ സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പോണക്കൊക്കെ ഇട്ട് അലക്കും. അപ്പോൾ അതിന് പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് ഞാൻ ഫേസ്ബുക്കിനകത്തൊരു ഇത് കണ്ടു. ആ സ്ഥാനാർത്ഥി കേന്ദ്ര സർക്കാർ തന്ന എണ്ണി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ട്രോളുകയാണ്. ഇത് ട്രോളുകയല്ല, യാഥാർത്ഥ്യങ്ങളെ ഞങ്ങൾ വിശദീകരണം ചെയ്യുകയാണ്. ഇത് ട്രോളുക എന്നുള്ളത് വേറെയാണ്. ട്രോൾ എന്നതിന് ഞങ്ങൾക്ക് നന്നായിട്ട് ട്രോളാനൊക്കെ അറിയാം. ഞാൻ ഒരുപാട് ട്രോൾ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. അപ്പം പിന്നെ ഇവിടുത്തെ ഹെൽത്തിനെ കുറിച്ച് പറയുന്നു. എൻ്റെ യു പിയിലും മധ്യപ്രദേശിലും ഒന്നും ഈ ഹെൽത്തിൻ്റെ ആവശ്യമില്ലേ? ഇവർ മാറ്റത്തിന് വേണ്ടി ഈ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എന്ത് മാറ്റത്തിന് വേണ്ടിയാണെന്നും കൂടെ നിങ്ങൾ ആദ്യം ഒന്ന് പറയണം. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മാറ്റാനാണോ നിങ്ങൾ സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടുത്തെ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം, കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം പിന്നെ കേരളം 1-ാം നമ്പറാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യരംഗത്തായാലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇതിലായാലും. പിന്നെ ഇച്ചിരി പിന്നോക്കം നിൽക്കുന്നത് വ്യവസായത്തിനും ഒക്കെയാണ്. ഇച്ചിരി പിന്നോക്കം. കാരണം ഇവിടുത്തെ സ്ഥലപരിമിതികൾ വെച്ച് ഇവിടെ വ്യവസായം നടത്താൻ പറ്റുന്ന ഒരു സംസ്ഥാനം അല്ല. ഇത് ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇവിടെ 3 കോടി ജനങ്ങൾ നിസാരമായ സ്ഥലത്താണ് താമസിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. ഈ പറയുന്ന സഹോദരി ഉൾപ്പെടെ, ഈ സഹോദരിക്ക് പോലും ചിലപ്പോൾ 5 സെൻറ്റ് പോലും കാണത്തില്ല എന്നുള്ള അവസ്ഥ ഇരിക്കെ, അതിനകത്ത് നിങ്ങൾക്കൊരു വ്യവസായം ചെയ്യാൻ പറ്റില്ല എന്നിരിക്കെ നിങ്ങൾ വ്യവസായത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം മറ്റുള്ള കാഴ്ചപ്പാടിൽ ഇവിടെ ഹെൽത്ത്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായാലും കോൺഗ്രസ് സർക്കാരായാലും മറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഹെൽത്ത്, ആരോഗ്യം ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന എല്ലാം മാറി മാറി വന്ന സർക്കാരുകളാണ് അതിന് ഉത്തരവാദികൾ. അതായത് BJP സർക്കാരിന് യാതൊരു കോൺട്രിബ്യൂഷനും ഈ രംഗത്ത് കേരളത്തിന് തരാനില്ല, ഇനി തരാനും പോകുന്നുമില്ല. ഇതിനപ്പുറം ഇനി ഒന്നും കേരളത്തിലെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുമില്ല. പിന്നെ അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ ഏത് രീതിയിലാണ് നിങ്ങൾ വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നത്? UP പോണക്കാണോ? 70% ആൾക്കാർക്കും വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാനാണോ നിങ്ങൾ ഈ മാറ്റം ഒന്ന് ഉദ്ദേശിക്കുന്നത്? അതാദ്യം ഒന്ന് വിശകലനം ചെയ്യണം. ഈ സ്ഥാനാർത്ഥികൾ മാറ്റത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥികളുടെ മുദ്രാവാക്യം നല്ലതാണ്, മാറ്റത്തിന് വേണ്ടി. അതായത് UP യിലും ഉത്തർപ്രദേശിലും ഒക്കെ പോയി ചെന്ന് നിങ്ങൾ ഇതിനു വേണ്ടി അഹോരാത്രം പണി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കാം, അവിടെ മാറ്റം ആവശ്യമാണ് എന്നുള്ളതിന്. പിന്നെ അടുത്തത് ദേശീയപാതയെക്കുറിച്ച് നിങ്ങൾ പറയുന്നു. ഈ കേരള സംസ്ഥാനത്തിൻ്റെ വിഹിതമായിട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് 5158 കോടിയോളം ഏകദേശം രൂപ കേന്ദ്ര സർക്കാർ പിടിച്ചു പറിച്ച് വാങ്ങിച്ചതാണ്. 5158 കോടി രൂപ. അതും കൂടാതെ എല്ലാ ദേശീയപാതകളിലും ഇവന്മാരെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ട്, ഇവിടുത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല അതിനകത്ത്. ദേശീയപാത അതോറിറ്റി എല്ലാ ദേശീയപാതകളിലും ടോള് പിരിച്ച് ഇത്ര വർഷത്തേക്ക് ടോള് പിരിച്ച് ആ കാശ് ഈടാക്കുന്നുണ്ട്. ഇപ്പം താൽക്കാലികമായിട്ട് ഏത് സർക്കാരിരുന്നാലും അത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നോ സർക്കാരിൻ്റെ കയ്യിൽ നിന്നോ 1 രൂപ പോലും നഷ്ടം വരാത്ത രീതിയിലാണ് ദേശീയപാത അതോറിറ്റിയുടെ പിരിവുകൾ നടക്കുന്നത്. അപ്പം 25 വർഷം കൊണ്ടായാലും ഞാനും നിങ്ങൾ അതുവഴി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ആ കാശ് അവിടെ കൊടുത്താലേ ആ റോഡിൽ കൂടെ ഓടാൻ പറ്റുള്ളൂ എന്നുള്ളത് സഹോദരി നിങ്ങളൊക്കെ മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് തന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ തിരിച്ചത് പിടിക്കുന്നുമുണ്ട്. ആ കാശ് എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾ അത് വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞു തരണം. നിങ്ങൾ എല്ലാ കാര്യവും ഇങ്ങനെ പറയുന്നു. കേരളത്തിൽ നിന്ന് GST വകുപ്പ് എത്ര ശതമാനം GST ആണ് കേരളത്തിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത്? കേരളത്തിന് കിട്ടേണ്ടിയ പണം തിരിച്ചു തരുന്നുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങൾ
ളിൽ കൊടുക്കുന്നത് പോലാണോ കേരളത്തിൻ്റെ വിഹിതം കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾ ആദ്യം ഞങ്ങളോട് വിശദീകരിച്ച് തരിക. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രതിനിധീകരിക്കുന്നില്ല ഇപ്പം തൽക്കാലം. പക്ഷേ ഇതിനൊക്കെ നിങ്ങൾ കേന്ദ്രം എന്തെങ്കിലും ഒരു കണക്ക് തന്നിട്ടുണ്ടോ? പൊതുജനങ്ങളുടെ മുന്നിൽ നിങ്ങളെ കൊണ്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടോ? അതൊന്നും നിങ്ങൾ പറയാതെ നിങ്ങൾ ഇത്രയും വേണ്ടാധീനങ്ങളൊക്കെ വിളിച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോണക്കുള്ള ആൾക്കാർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളിലും കൂടിയും മറ്റേ ആൾക്കാരിൽ നിന്ന് ഞങ്ങളിത് ശേഖരിക്കുമെന്നുള്ള ആ ധാരണയൂടെ നിങ്ങൾക്കുണ്ടാകണം എന്നാണ് ഈ വീഡിയോയെക്കുറിച്ച് ഈ സഹോദരിക്കുള്ള മറുപടിയാണ്. നിങ്ങൾ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ മാറ്റാൻ കൊണ്ടുവന്നത് ഏത് മേഖലയിലാണ് നിങ്ങളുടെ മാറ്റമെന്ന് നിങ്ങൾ ആദ്യം വിശദീകരിക്കണം. റോഡിനെ കുറിച്ചാണോ? സാമാന്യം കേരളത്തിലെ 85% റോഡുകളും ഗ്രാൻഡായിട്ടും സൂപ്പറായിട്ടുമാണ്. 85%, 15% എവിടെയായാലും ഉൾഗ്രാമപ്രദേശങ്ങളിലായാലും ചെറിയ പാളിച്ചകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ മഴക്കാലം വന്നു കഴിഞ്ഞാലോ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന കാലാവസ്ഥയുണ്ട്. അപ്പം മറ്റേ യു പിയിലെ മെയിൻ പാതകൾ ഒഴിച്ച് ബാക്കി ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പോട്ടെ, ഈ നിസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലെ പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഏരിയ നിങ്ങൾ തന്നെ ഒന്ന് വ്യക്തമായിട്ട് നിങ്ങൾ ലൈവായിട്ട് പോയി ഒന്ന് കാണുക. ഞങ്ങളിതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അവിടെ ഇപ്പോഴും അതായത് നിൻ്റെ കേന്ദ്ര സർക്കാർ അതായത് മോദി സർക്കാർ ഇരുന്ന് ഭരിക്കുന്നതിൻ്റെ മൂക്കിന് താഴെ കിടക്കുന്ന വേസ്റ്റും അത്ര മോശമായ അവസ്ഥയിലാണ് അവിടുത്തെ പ്രൈവറ്റ് പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയകളൊക്കെ അത്രയും മോശമായിട്ടുള്ള ഏരിയകൾ കിടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് കേരളത്തെ നന്നാക്കാൻ ഏത് രീതിയിലാണ് നിങ്ങൾ കേരളത്തിനെ നന്നാക്കുന്നത്? വിദ്യാഭ്യാസ കാര്യത്തിൽ 1-ാം നമ്പർ, ഹെൽത്തിൻ്റെ കാര്യത്തിൽ 1-ാം നമ്പർ, റോഡ് വികസനങ്ങളിലായാലും കേരളത്തിൻ്റെ അവസ്ഥ വെച്ചാൽ അതും ഏറ്റവും മികച്ചത്. പിന്നെ കുടിവെള്ളം, ഏത് കുടിവെള്ളം നിങ്ങൾ ഏത് കാര്യം സർക്കാരിൽ നിന്ന് നിങ്ങൾക്കിനി ലഭിക്കേണ്ടത്? ഇവിടുത്തെ ക്ഷേമ പെൻഷനുകൾ 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ക്ഷേമ പെൻഷനുകൾ കൃത്യമായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അത് ചില സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ചില തുകയിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതും കൃത്യമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇവിടുത്തെ പിന്നെ പൊതുജന ആരോഗ്യം, ശിശുമരണ നിരക്ക്, ഒരു പൊട്ടൻ നിങ്ങളുടെയൊക്കെ പൊട്ടൻ വിളിച്ച് പറഞ്ഞതാണല്ലോ ഇവിടുത്തെ പിന്നെ യൂത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ശിശുമരണ നിരക്ക് കുറവാകുന്നു എന്ന് പറയുന്നത്. അത്രയും പൊട്ടന്മാരുടെ കൂട്ടത്തിൽ നീയൊക്കെ നിന്ന് കഴിഞ്ഞാലും ഈ പൊട്ടത്തരമൊക്കെ പറയുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്കും കൃത്യമായിട്ട് മനസ്സിലായി. അപ്പം ഈ ശിശുമരണ നിരക്കിൻ്റെ ഇത് എങ്ങനെയാണെന്ന് പോലും കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയാത്ത ഒരു സംസ്ഥാന പ്രസിഡൻ്റെ കീഴിൽ നീയൊക്കെ ഈ ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുമ്പോൾ നീയൊക്കെ ഇത്തിരി തന്നെ വിടുവായിത്തരം വിളിച്ച് പറയുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പം ഏകദേശ ധാരണയായി. നീ ഒരു അധ്യാപികയാണെന്ന് പറയുന്നതിനകത്ത് നമുക്ക് പിന്നെ സാമാന്യം വിവരമെങ്കിലും ഉണ്ടായിരിക്കണമായിരുന്നു ഈ കാര്യങ്ങൾ പറയുമ്പോൾ പൊതുജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന്. അപ്പം സഹോദരി കേട്ടത് മാത്രം വിളിച്ച് പറയരുത്, യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ അനുസരിച്ചും അറിഞ്ഞു അനുഭവിച്ചിട്ടും ആണ് ഞങ്ങളിതൊക്കെ പറയുന്നത്. യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ അടുത്ത് നിൽക്കുക. നിങ്ങളിപ്പം നിന്ന ആ കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു റോഡിന് എന്തെങ്കിലും മോശമാവസ്ഥയാണെങ്കിൽ നിങ്ങൾ പറയുക ഏറ്റുമാനൂർ റോഡ്. പിന്നെ വാഹന ഗതാഗതത്തിനകത്ത് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അത് അവിടുത്തെ ഗതാഗതം പരിഷ്കരണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടുത്തെ റോഡ് വികസിപ്പിക്കുന്ന സഹോദരിയുടെ വീട് എവിടെയാണ്? ആ വീടിൻ്റെ തൊട്ട് അയൽവക്കത്തും അടുത്തും കൂടെ ഒരു നല്ലൊരു വഴി പോയി കഴിഞ്ഞാൽ ആദ്യം അല്ലെങ്കിൽ നിങ്ങൾ അയൽവക്കക്കാരനൊരു വഴി കൊടുക്കാതെ നിങ്ങൾ തന്നെ ആദ്യം അത് കുട്ടിയടയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകും നിങ്ങൾക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനസാന്ദ്രത കൂടുതലും വസ്തുവിൻ്റെ ലഭ്യതക്കുറവുമാണ് അതിന് മുഖ്യ കാരണം. അപ്പം സഹോദരി എവിടെ ജയിച്ചു വന്നെന്ന് പറഞ്ഞാലും ആ ഏറ്റുമാനൂരിലെ ബ്ലോക്കുകളൊന്നും സഹോദരിയെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല. സഹോദരി വോട്ട് ചോദിക്കുന്നതിനകത്തൊന്നും വിരോധമൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ച് നിങ്ങൾ വോട്ട് ചോദിക്കരുത്. അതുപോണക്ക് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോണക്കുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, ഞങ്ങൾ വീഡിയോ ചെയ്യും. അത് തീർച്ചയായിട്ടും നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല. അതായത് നിങ്ങൾ വാസവൻ്റെ കാല് നിങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങളൊരു മറ്റൊരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ വാസവൻ്റെ കാല് പിടിക്കാൻ പോയത്? അതായത് നിങ്ങൾ പ്രായത്തിനെ ബഹുമാനിച്ചു. അതായത് നിങ്ങളുടെ വീട്ടിലെ കല്യാണാലോചനയ്ക്ക് വന്നതല്ല വാസവൻ ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വന്നതാണ്. നിങ്ങളും അതേപോലെ തന്നെ വോട്ട് ചോദിക്കാൻ പോയാൽ നിങ്ങൾ എന്തിനാണ് വാസവനെ വോട്ട് ചോദിക്കാതെ നിങ്ങൾ വാസവൻ്റെ കാല് പിടിച്ചത്? അത് ഞങ്ങൾ പറഞ്ഞതാണോ കുറ്റമായിപ്പോയത്? അപ്പം സഹോദരി, സത്യാവസ്ഥ ഇങ്ങനെ ഇരിക്കെ താങ്കൾക്ക്
ഇത് ഒരു അരാജകതമായി തോന്നിക്കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ തന്നെ കുഴപ്പമാണ്. എന്തിനേയും ധൈര്യമായിട്ട് നേരിടാനുള്ള മനധൈര്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇനിയും ഇതുപോലെ ഞങ്ങൾ വീഡിയോ ചെയ്യും, അതിനകത്ത് യാതൊരു മടിയും ഞങ്ങൾ കാണിക്കത്തില്ല. അപ്പോൾ സഹോദരിക്ക് കിട്ടിയത് പോരായെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോയും കൂടെ ഞാൻ ചെയ്തു തരാം. കാരണം ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സഹോദരിയെ നേരിട്ടുള്ള യാതൊരു അറിവുമില്ല. പക്ഷേ ഈ നിങ്ങളുടെ ആ മീഡിയയിലെ ആ പോസ്റ്റ് അത് നമ്മളെ കണ്ടവാനും വേദനിപ്പിച്ചു. കാരണം ഈ രാജ്യത്ത് UP-യോ ഉത്തർപ്രദേശോ ഹരിയാനയോ ജാർഖണ്ഡോ ഒന്നുമല്ല കേരളം. കേരളം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അപ്പം നിങ്ങൾ യാഥാർത്ഥ്യം, നിങ്ങൾ ഇത്രയും നാളും ഈ കേരളത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് നിന്നിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ UP സർക്കാരോ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നോ? കേരള സർക്കാരിൻ്റെ ചിലവിലല്ലേ നിങ്ങൾ ഈ വിദ്യാഭ്യാസം നടത്തിയത്? അല്ലെന്ന് നിങ്ങൾക്ക് പറയാമോ? അപ്പോൾ ആ യാഥാർത്ഥ്യം നിലനിൽക്കെ നിങ്ങൾ ആ സർക്കാർ അല്ലെങ്കിൽ കേരളത്തിനെ നിങ്ങൾ വികലമായിട്ട് വരച്ച് കാണിച്ചതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾക്ക് സർക്കാരിനെ നിങ്ങൾക്ക് കുറ്റം പറയാം, പക്ഷേ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒത്തുപോകണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. യാഥാർത്ഥ്യങ്ങളെ തെറ്റിച്ച് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളിതുപോലെ വീഡിയോ ചെയ്യും, അതിനകത്ത് നിങ്ങൾ കരഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ അല്ലെങ്കിൽ പരിഭവം പറഞ്ഞിട്ടോ യാതൊരു ദയാദാക്ഷിണ്യവും ഞങ്ങൾ കാണിക്കുകയില്ല. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. സഹോദരി പൊട്ടത്തരങ്ങളൊന്നും പറയാതെ നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുക. നിങ്ങൾ വോട്ട് പിടിക്കുന്നതിനകത്തോ നിങ്ങൾ ജയിക്കുന്നതിനകത്തോ ഞങ്ങൾക്കാർക്കും ഒരു വിരോധവും ഇല്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിയണം, അത് പറയണം. അതാണ് ഒരു ഇലക്ഷൻ്റെ സത്യസന്ധത നിലനിർത്തിക്കൊണ്ട് വേണം ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ. ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അതില്ലാത്തത് കൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നമുക്കിത് പറയാനുള്ളത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.